ഹായ് ഓൾ, വെൽക്കം ടു എസ് എസ് സി മലയാളി. കേട്ടോ, അപ്പോൾ നിങ്ങൾ എസ് എസ് സി മലയാളിൻ്റെ ഒരു ഫോളോവേഴ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ക്ലാസ്സുകൾ കാണുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ നിങ്ങളത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. ഇത് ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആണ്. ആർക്കും അങ്ങനെ മറുപടിയോ കാര്യങ്ങളോ കൊടുക്കാനുള്ളതൊന്നുമല്ല. നമ്മളെ വിശ്വസിച്ച് നമ്മളെ ക്ലാസ്സുകൾ കാണുന്ന നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള കുറച്ച് സ്റ്റുഡൻസിനെ ഒന്ന് ചില കാര്യങ്ങൾ അറിയിക്കുന്നുള്ളൂ. ഞാൻ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട്, നമ്മുടെ മാങ്ങയുള്ള മാവിലെ കല്ലേറ് വരുമെന്നല്ലേ. അപ്പോൾ അങ്ങനെ എസ് എസ് സി മലയാളി എന്നുള്ള മാവിലേക്ക് ചെറിയ ചെറിയ കല്ലേറ് അവിടുന്ന് ഇവിടുന്നൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നറിയില്ല. നമ്മുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ചില ആളുകൾക്ക് ചില പ്രശ്നങ്ങൾ വന്നുകൊണ്ടോ എന്താണെന്നറിയില്ല, ചില കല്ലേറുകൾ വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അത് കേട്ടോ, അപ്പോൾ ആ ഒരു ഇത്രയും കാലം ഉണ്ടായിരുന്നു, ഇത്രയും കാലം ഇതുപോലെ മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത് പുറത്തോട്ട് കണ്ടിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പുറത്തോട്ട് കാണാൻ തുടങ്ങിയപ്പോൾ ചില ആളുകൾക്ക് ചില പ്രശ്നങ്ങൾ, ചില വീഡിയോയിലൊക്കെ ഞാൻ ചില കമൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ അതുകൊണ്ട് എസ് എസ് സി മലയാളിൻ്റെ ഭാഗത്തുനിന്നുള്ള ചെറിയൊരു ക്ലാരിഫിക്കേഷൻ, അത് അവർക്കല്ല, നിങ്ങൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള കേട്ടോ. അങ്ങനത്തെ ആ ഒരു വളരെ ചെറിയ ശതമാനം ചിലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ അവർക്ക് മാത്രമാണ് കേട്ടോ. അല്ലാതെ ഞാൻ ജനറലായിട്ട് ബാക്കിയുള്ള വളരെ നല്ല രീതിയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തി ഒരുപാട് കുട്ടികളെ വിജയത്തിലേക്ക് എത്തിച്ച് ഒരുപാട് നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മളെ കേരളത്തിലുണ്ട്, വളരെ മാന്യമായി നല്ല രീതിയിൽ നടത്തുന്നത്. അവരൊന്നുമല്ല. പക്ഷേ ബാക്കിയുള്ളവരുടെ റിസൾട്ട് കാണുമ്പോൾ അതിൽ ചെറിയ സങ്കടം തോന്നുന്ന ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അതായത് എന്താ പറയുക, ഈ ചെറിയ ഒന്നാം ക്ലാസ്സിലുണ്ടല്ലോ, അവരെന്തെങ്കിലും ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും നല്ലത് കിട്ടുമ്പോൾ ഒന്നാം ക്ലാസ്സിൽ എൽ കെ ജിയിൽ പഠിക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു കുത്തലുണ്ടാവില്ല, ആ ഒരു ചെറിയ പക്വത ഇല്ലാത്തൊരു പ്രായത്തിൽ. ആ പക്വതയും കൊണ്ട് ഇപ്പോഴും നടക്കുന്ന ചില ആളുകളുണ്ട് നമ്മുടെ ചുറ്റും. അങ്ങനത്തെയുള്ള ആളുകൾക്കുള്ള മറുപടി അല്ല, ആ ഒരു വീഡിയോ കണ്ടിട്ട് ചെറുതായിട്ടെങ്കിലും തെറ്റിദ്ധരിച്ച നമ്മുടെ കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു മറുപടിയാണ് കേട്ടോ. അപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ എസ് എസ് സി മലയാളിൻ്റെ റിസൾട്ട് മുഴുവൻ എസ് എസ് സി മലയാളിൻ്റെ ടെലഗ്രാം ചാനലിലുള്ള കുട്ടികളാണ്. അതാണ് മെയിൻ പ്രശ്നം. അത് എസ് എസ് സി മലയാളിക്കൂടെ റിസൾട്ട് കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് മെയിൻ പ്രശ്നം. അവരോട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, എസ് എസ് സി മലയാളിൻ്റെ ടെലഗ്രാം ചാനലിലുള്ള കുട്ടികളെ നമ്മൾ റിസൾട്ടായി കാണിക്കാൻ നിന്നാൽ ഏറ്റവും ബെസ്റ്റ് റാങ്ക് ലിസ്റ്റ് എടുത്തിട്ട് അതിൽ എസ് എസ് സി മലയാളിൻ്റെ ടെലഗ്രാം ചാനൽ ഇല്ലാത്ത, അല്ലെങ്കിൽ എസ് എസ് സി മലയാളി കമ്മ്യൂണിറ്റിയിൽ ഇല്ലാത്ത കുട്ടികളെ മാത്രം മാറ്റി വെക്കുന്നതായിരിക്കും റിസൾട്ട്. ഒരു 300ഓളം റിസൾട്ട് നമ്മൾ കേരളത്തിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ 250 കുട്ടികളും എസ് എസ് സി മലയാളി ടെലഗ്രാം ഗ്രൂപ്പിലുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ആ കുട്ടികളെല്ലാം ഇവിടെ പിടിച്ചു വരുത്തി നമ്മുടെ റിസൾട്ടായിട്ട് കാണിക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് വന്നിട്ടേ. നിങ്ങൾക്ക് വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്താണ് എസ് എസ് സി മലയാളി എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി. ഈ ആളുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ വിചാരം, ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് 4 ചുമരിൻ്റെ ഉള്ളിൽ നിങ്ങൾ 10,000 ലക്ഷങ്ങളും കൊടുത്ത് വിടുമെന്ന് പഠിക്കുന്ന കുട്ടികൾ, അവർക്ക് മാത്രമാണ് റിസൾട്ട് ഉണ്ടാവുള്ളൂ, അവർക്ക് മാത്രമാണ് റിസൾട്ട് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് ഇന്ത്യയാണ്. അല്ലാതെ നമ്മൾ കൊടുക്കുന്ന ഫ്രീ ക്ലാസ്സുകൾ പാവപ്പെട്ട കുട്ടികൾ ഒരുപാട് ചുറ്റുമുണ്ട്, അവരൊക്കെ നമ്മുടെ ക്ലാസ്സുകൾ കണ്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊന്നും നമ്മുടെ റിസൾട്ട്, അതായത് അവർ പറയുന്നുണ്ട്, പല ആളുകളും പറയുന്നത്, ചിലപ്പോൾ ഒരാൾ എന്നോട് പേഴ്സണലി വന്ന് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഞാനോട് ബാച്ച് തുടങ്ങുന്ന സമയത്ത് വന്ന് നമ്മുടെ ഫസ്റ്റ് ബാച്ചിലെ സ്റ്റുഡൻറ്റ് വന്ന് പറഞ്ഞത്, അവർ മുൻപ് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനൊന്നും വലിയ മെച്ചമൊന്നും ഉണ്ടായിട്ടില്ല. അത് പച്ചക്ക് പറഞ്ഞു, ഞാൻ ഏത് പേരൊന്നും പറയുന്നില്ല, ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിട്ടില്ല. ഓൾറെഡി നമ്മൾ എന്താ ചെയ്യുക, ഒരു റെഗുലർ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്തൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് ജോയിൻ ചെയ്യണം, അവിടെ വല്ല മിഷൻ ബാച്ചിലൊക്കെയാണ് ജോയിൻ ചെയ്യുക അല്ലേ. പക്ഷേ ആ കുട്ടി അവിടുന്ന് വന്നിട്ട് ഇവിടെ വീണ്ടും റെഗുലർ ബാച്ചിലാണ് ജോയിൻ ചെയ്യുക. അത് 2 പ്രാവശ്യം റെഗുലർ ബാച്ചിൽ അറ്റൻഡ് ചെയ്തു. ഈ വർഷം റിസൾട്ടിൽ അത്യാവശ്യം നല്ല റിസൾട്ടോട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആ പഴയ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫ്ലെക്സിൽ ഈ കുട്ടിയുടെ, അല്ലെങ്കിൽ ആ പോസ്റ്ററിൽ ഈ കുട്ടിയുടെ ഫോട്ടോ ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ആ കുട്ടി പറയുന്നത് നമ്മളോട് അവിടുന്ന് ഒരു ഉപകാരം കിട്ടിയിട്ടില്ല, എന്നിട്ടും ആ കുട്ടിയുടെ ഫോട്ടോ അവിടെ ഉണ്ട്. പക്ഷേ ഞാനിവിടെ കാണിച്ചിട്ടുള്ള കുട്ടികളുടെ റിസൾട്ടൊക്കെ ആ കുട്ടികളുടെ റിവ്യൂ വെച്ചിട്ടാണ്. ആ കുട്ടികൾ നമുക്ക് അയച്ചു തന്നതാണ്. ആ കുട്ടികൾ പറയുന്നു, അവർ സർട്ടിഫൈ ചെയ്യുന്നു, അവർക്ക് എസ് എസ് സി മലയാളി യൂസ്ഫുൾ ആയിട്ടുണ്ട്. എസ് എസ് സി മലയാളി എന്ന് പറഞ്ഞാൽ ഒരുപാട് വെർട്ടിക്കൽസ് ഉണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനൽ, ടെലഗ്രാം ചാനൽ, ഓഫ്ലൈൻ, ഓൺലൈൻ, നമ്മൾ എക്സാമിൻ്റെ അടുപ്പിച്ച് നമ്മൾ 2-3 മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി 9 മണിക്ക് നടത്തിയ ക്യൂസ്, അങ്ങനെ ഒരുപാട് ലൈവ് മോക്കുകൾ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ യൂസ്ഫുൾ ആയിട്ട് കുട്ടികൾ നമ്മളോട് പറയുകയാണ്, എസ് എസ് സി മലയാളി ഞങ്ങളുടെ വിജയത്തിൽ ഒരു ചെറിയ പങ്ക് എസ് എസ് സി മലയാളി വഹിച്ചിട്ടുണ്ടെന്ന് കുട്ടികൾ പറയുമ്പോൾ ബാക്കിയുള്ളവർക്ക് എന്തിൻ്റെ പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു ഒറ്റ എക്സാമ്പിൾ കേട്ടോ, ഒന്ന് കണ്ടു നോക്കുക. ഇത് നിങ്ങൾക്ക് എത്ര പേർക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് അറിയില്ല. ഇത് ഒരു സ്റ്റുഡൻറ്റ്, ഞാൻ നേരിട്ട് കാണുന്നത് 2 ദിവസം മുമ്പാണ്. ഇതിന് മുമ്പ് ഞാൻ ആ സ്റ്റുഡൻറ്റിനെ കണ്ടിട്ടേ ഇല്ല. ആ സ്റ്റുഡൻറ്റ് ഇതുപോലെ വേറെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി ജോയിൻ ചെയ്തതാണ്. അവിടുന്ന് വലിയ യൂസ്ഫുൾ ഒന്നും ഇല്ലാത്തതോടെ നിർത്തി. സെൽഫ് സ്റ്റഡി എസ് എസ് സി മലയാളിൻ്റെ ഫ്രീ ക്ലാസ്സുകൾ കണ്ടിട്ട് ഉണ്ടാക്കിയ നോട്ടാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് അയച്ചു തന്ന ഒരു നോട്ടാണ്. സത്യം പറയുന്നത്, ഇത് കണ്ടപ്പോൾ എൻ്റെ രോമാഞ്ചം കൊണ്ട്, അത് രോമം എഴുന്നേറ്റ് എന്നൊന്നും പറയില്ല, ആ ഒരു ഗൂസ് ബംസ് എന്നൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷൻ. കാരണം നമ്മുടെ ക്ലാസ്സുകൾ കണ്ടിട്ട് ഇതുപോലെ കുട്ടികൾ പഠിക്കും. നോക്കിയാൽ ഇത് ആ കുട്ടി എനിക്ക് അയച്ചു തന്ന ഫോട്ടോ ആണ്. ഒരു നോക്കിയേ, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ലോസ്, ഡിസ്കൗണ്ട്, മെൻസുറേഷൻ, ഒരു ടോപ്പിക്ക് മാത്സിൽ ഇതിൽ വിട്ടുപോയിട്ടോ നിങ്ങൾ നോക്കിയേ. ആ കണ്ടന്റുകൾ മുഴുവൻ നമ്മൾ ഹൈ ക്വാളിറ്റി ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് എസ് എസ് സി മലയാളി യൂട്യൂബ് ചാനൽ കൊടുത്തിട്ടുണ്ട്. എത്ര ഇൻസ്റ്റിറ്റ്യൂഷൻ ഇത് ക്ലെയിം ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അതായത് വളരെ വെറുതെ അവിടെ ഇവിടെയും അല്ലറ ചില്ലറ കുറേ ക്ലാസ്സുകൾ കൊടുക്കുന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. വളരെ റെഗുലറായിട്ട് നിങ്ങൾക്ക് 100% നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുന്നത്, ഈ കാണുന്ന ഈ പ്ലേലിസ്റ്റ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എസ് എസ് സിക്ക് പഠിക്കാൻ പറ്റുന്ന എല്ലാ കണ്ടന്റും അതിലുണ്ട്. നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുന്ന എത്ര ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ എത്ര ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഇവിടെ ഉണ്ട് നിങ്ങൾ പറഞ്ഞാൽ.
അവിടെയാണ് SSC മലയാളി എന്ന് പറഞ്ഞ സംഭവം വ്യത്യസ്തമാകുന്നത് കേട്ടോ. നോക്കിയേ, ഈ ഒരു ക്ലാസ് ഇത് മൊത്തം നമ്മുടെ ക്ലാസ്സുകൾ കണ്ടിട്ട് ആ കുട്ടി എഴുതി പഠിച്ച് ഇന്ന് ആ കുട്ടി CBI സബ് ഇൻസ്പെക്ടറായിട്ട് ഈ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നിലയിൽ വരെ കുട്ടികൾ എത്തുമ്പോൾ ആ കുട്ടികൾ നമ്മളെ സർട്ടിഫൈ ചെയ്ത് പറയുമ്പോൾ പിന്നെ വേറൊരാളുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് ഈ കാര്യത്തിൽ ആവശ്യം ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് SSC മലയാളി എന്ന് പറഞ്ഞാൽ ഈ ഞാനോ അല്ലെങ്കിൽ വേറൊരു 1-2 ആളുകൾ ചേർന്ന് ഉണ്ടാക്കിയതല്ല. ഇതൊരു വലിയ ടീം ഉണ്ടാക്കിയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അത് അങ്ങനെ ഇങ്ങനെ ഒന്നും ബാക്കിയുള്ളവർക്കൊന്നും കുത്തിമറിച്ചിട്ട് പോകാനൊന്നും പറ്റില്ല കേട്ടോ. ഒരുപാട് പേരുടെ അധ്വാനവും കാര്യങ്ങളും സമയമൊക്കെ ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേര് ഇതിന് വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് രജിസ്റ്റർ ചെയ്ത് വന്നിട്ടുള്ളൂ. കഴിഞ്ഞ 5 വർഷമായിട്ട് SSC മലയാളി എന്ന് പറഞ്ഞാൽ ഈ ഒരു SSC ഫീൽഡിൽ, അതായത് ഇപ്പോഴാണ് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനെ കയറി വന്നത്. അന്ന് കുട്ടികൾ ക്ലാസ്സുകൾ കൊടുക്കാനോ അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും കണ്ടന്റ് പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ ഇന്നതാണ് കാര്യങ്ങൾ ചെയ്യണം, നിങ്ങൾ SSCക്ക് ഇങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരാളുണ്ടായിരുന്നില്ല. പല ഓഫ്ലൈൻ ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഓൺലൈനിൽ ഇതുപോലെ പാവപ്പെട്ട കുട്ടികൾക്കൊന്നും ഒരു ഫ്രീ ആയിട്ടുള്ള കണ്ടന്റോ നല്ല ക്വാളിറ്റി ക്ലാസ്സുകളൊന്നും ഉണ്ടാകുന്ന സമയത്ത് രൂപം കൊണ്ട ഒരു സംഭവമാണ് SSC മലയാളി. അന്ന് മുതൽ ഇന്ന് വരെ കുട്ടികൾക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ, ഇപ്പോൾ ഈ ഫീസ് വാങ്ങിയിട്ടാണെങ്കിൽ പോലും അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള കാര്യം. എനിക്കൊന്ന് 3 വർഷം മുമ്പ് ഞങ്ങൾ ഒരു ബൂസ്റ്റർ കോഴ്സ് ചെയ്തത് 150 രൂപക്കാണ്. അരിത്മെറ്റിക്കിൻ്റെ ബൂസ്റ്റർ 150, അഡ്വാൻസ് 150. അത് കഴിഞ്ഞ് കംപ്ലീറ്റ് ക്ലാസ്സുകൾ നമ്മൾ കൊടുത്ത് വെറും 1500 രൂപയ്ക്കാണ് കംപ്ലീറ്റ് ക്ലാസ്സുകൾ. അത് മാത്രമല്ല നമ്മളൊക്കെ ജോലി ജോയിൻ ചെയ്ത് കഴിഞ്ഞതും ആ ക്ലാസ്സുകളെല്ലാം ഫ്രീ ആയിട്ട് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് കുട്ടികളുടെ ഇടയിൽ നമുക്ക് SSC മലയാളിക്ക് അത്രയും നല്ലൊരു വിശ്വാസതയും കാര്യങ്ങളും നേടിയെടുത്ത് നമ്മൾ ലൈവ് മോക്കുകൾ കൊടുക്കുമായിരുന്നു. നമ്മളുണ്ടാക്കിയ ടെസ്റ്റ്, അത് വേറെ ആരെ കൊണ്ട് ഉണ്ടാക്കി അവിടുന്ന് പഠിച്ച ടെസ്റ്റുകളൊന്നുമല്ല. ഫ്രീ ആയിട്ട് ഡെയിലി രാത്രി 9 മണിക്ക് ഇംഗ്ലീഷിൻ്റെ 9 മണിക്ക് GK ഷെഡ്യൂൾ കൊടുത്തിട്ട് ക്വിസ്, അതായത് Tier 1 Tier 2 മുമ്പ് 9:20 ഇംഗ്ലീഷിൻ്റെ ക്വിസ്. എത്രയോ ആയിരക്കണക്കിന് കുട്ടികൾ ആ ഗ്രൂപ്പിലുണ്ട്. അവർക്ക് അത്രയും യൂസ്ഫുൾ ആയതുകൊണ്ട് നമുക്ക് മെസ്സേജ് അയക്കുന്നു. ഇങ്ങനെ കുട്ടികൾ അത് ക്ലാസ്സുകൾ കണ്ടിട്ട് ഇത് പറഞ്ഞാൽ റിവ്യൂ കുട്ടികൾ അയച്ചു തന്നെ. ഞാൻ ജസ്റ്റ് ഒരു ടോപ്പ് 20 ആളുകളെ മാത്രം റിവ്യൂ കാണിച്ചു തന്നു കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടുള്ള നിങ്ങൾ ഏത് കാണാൻ പോകുന്ന SSC മലയാളിയുടെ റിവ്യൂ ആയിക്കോട്ടെ, അതിൽ ഒരു റിവ്യൂ എങ്കിലും നമ്മളൊരാളെ കമ്പൽ ചെയ്യിച്ച് അല്ലെങ്കിൽ നമ്മൾ ChatGPTയിൽ നോക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കിയാന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അന്ന് ഈ പരിപാടി നമ്മൾ നിർത്തും. അടുത്ത് കുട്ടികൾ നമുക്ക്, ഞാനൊരാളെയും കമ്പൽ ചെയ്തിട്ടില്ല. കുറേ ആളുകൾ നമുക്ക് ഇങ്ങോട്ട് അയച്ചു തരിക ചെയ്ത്. പിന്നെ നമ്മൾ അങ്ങോട്ട് കോൺടാക്ട് ചെയ്ത ചില ആളുകളോട് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾക്ക് ജെന്യൂനായിട്ട് SSC മലയാളി യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, റിവ്യൂ എടുക്കുക. ജെന്യൂനായിട്ട് ഫേക്കായിട്ട് ഒന്നും നിങ്ങൾ എഴുതരുത്. എന്താണോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് അതുപോലെ എഴുതുക. ഇനി അതല്ല നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടില്ലേ, നിങ്ങൾ നോ പറഞ്ഞാൽ മതി. ഒരു പ്രശ്നവും എനിക്കില്ല. ഞാൻ ഇതിൻ്റെ പേരിൽ നിങ്ങളോട് ദേഷ്യമോ കാര്യങ്ങളൊന്നും ജസ്റ്റ് നോ എന്ന് പറഞ്ഞാൽ അങ്ങനെ നോ പറഞ്ഞ ആളുകൾക്ക് രണ്ടാമത് ഞാൻ പോയിട്ട് അങ്ങനെ പറയല്ലോ ബ്രോ ഒരു റിവ്യൂ എഴുതിത്താ എന്ന് ഞാൻ ഒരാളോടും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ നമുക്ക് എഴുതുക. നമ്മുടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ, നമ്മുടെ ഓൺലൈൻ പഠിച്ച എല്ലാ കുട്ടികളോട് മിക്സാണ് ഞാൻ കാണിച്ചത് കേട്ടോ. അതാണ് SSC മലയാളി എന്ന് പറഞ്ഞാൽ ആ ഒരു അത്രയും റൂട്ടഡ് ആയിട്ട് നമ്മൾ കേരളത്തിൽ പന്തലിച്ച് കിടക്കുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഈ വേണ്ടാത്ത ചില ഈ 1ാം ക്ലാസ്സിലെ കുട്ടികളെ പോലെ പിച്ചി മാന്തി എന്ന് പറയുന്ന പരിപാടി നിർത്തിയിട്ട് നമുക്ക് ഒരുമിച്ച് വേണമെങ്കിൽ മുന്നോട്ട് പോകും. ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ എല്ലാവരും ഇല്ല കേട്ടോ. ഞാൻ പറയുമ്പോൾ ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻകാർ ഒരിക്കലും അത് എന്നെയാണെന്ന് വിചാരിക്കേണ്ട. വളരെ നല്ല രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ, വളരെ നല്ല രീതിയിൽ മാന്യമായിട്ട് കുട്ടികളെ നന്നായിട്ട് പഠിപ്പിച്ച് അവരെ സഹായിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഇത് വളരെ ചുരുക്കം ചില ഇൻസ്റ്റിറ്റ്യൂഷൻ സ്വന്തമായിട്ട് റിസൾട്ട് ഇല്ലാത്തതുകൊണ്ട് ബാക്കിയുള്ളവരുടെ റിസൾട്ട് നോക്കി കൊഞ്ഞനം കുത്തുക എന്നുള്ള പരിപാടിയാണ്. അതേ പറയുന്നത്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഈ പരിപാടി നിർത്താം. അതായത് ഇപ്പോൾ ഞാൻ ഹിന്ദിയിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ പരിപാടി. അതായത് ഒരു സാർ എടുത്തിട്ട് മറ്റേ സാറിനെ കുറ്റം പറയും, എന്നിട്ട് അതിന് മറുപടിയായിട്ട് മറ്റേ സാർ ഈ സാറിന് തെറി പറയും, എന്നിട്ട് അങ്ങനെ യൂട്യൂബിൽ പബ്ലിക്കായിട്ട് വെളിപ്പിളക്കുന്ന പരിപാടി. ആ പരിപാടിക്ക് ഞാനില്ല. ഞാൻ ഈ മറുപടിയായിട്ട് വന്നത് തന്നെ ഏതെങ്കിലും കുട്ടികൾ ആ വീഡിയോ കണ്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് ഒരാളെ ബോധിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് SSC മലയാളി എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ ഇതെന്തായാലും ഇവിടെ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, ഈ ഇൻസ്റ്റിറ്റ്യൂഷൻകാരോട് നിങ്ങളൊരു കോമ്പറ്റീഷൻ ആണെങ്കിൽ ഞാനും റെഡിയാണ്, അല്ലെങ്കിൽ SSC മലയാളി നിങ്ങളുമായിട്ടൊരു കോമ്പറ്റീഷൻ റെഡിയാണ്. പക്ഷേ അത് ഹെൽത്തി കോമ്പറ്റീഷൻ ആയിരിക്കണം. നമുക്ക് 2 രീതിയിൽ ഒരാളുടെ മുകളിലെത്താം. ഒന്ന് അയാളെ ചവിട്ടി താഴ്ത്തിയിട്ട് മുകളിലെത്താം, അല്ലെങ്കിൽ അയാളെക്കാളും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ട് മുകളിലെത്താം. ഞാനതിൽ രണ്ടാമതിൽ വിശ്വസിക്കുന്ന ആളാണ്. ഹെൽത്തി കോമ്പറ്റീഷൻ ആണെങ്കിൽ ഞാൻ റെഡിയാണ്. ഓക്കെ, കാരണം ഞങ്ങളൊരു 2 ക്ലാസ് ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ നിങ്ങളൊരു 10 ക്ലാസ് ഫ്രീ ആയിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഞങ്ങൾ 2 കറണ്ട് അഫയേഴ്സിൻ്റെ ഫ്രീ വീഡിയോ നിങ്ങൾ 10 കൊടുക്കും. അല്ലെങ്കിൽ ഞങ്ങളൊരു 5 കുട്ടികളെ റാങ്ക് ലിസ്റ്റ് കയറ്റുമ്പോൾ നിങ്ങൾ മത്സരിച്ച് ഒരു 10 കുട്ടികളെ റാങ്ക് ലിസ്റ്റ് കയറ്റും. ഇങ്ങനെ ആകുമ്പോൾ അൾട്ടിമേറ്റ് ബെനിഫിഷ്യറീസ് നമ്മുടെ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ കുട്ടികളാണ് അല്ലേ. നമ്മളിപ്പോഴും കേട്ടിട്ടുണ്ട് മാർക്കറ്റിൽ മോണോപ്പൊളി ഒരിക്കലും നല്ലതല്ല. അപ്പോൾ ഒളിഗോപ്പൊളി ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ വേണം, അവർ മത്സരിച്ച് കണ്ടന്റുകൾ കുട്ടികൾക്ക് കൊടുക്കണം. അപ്പോൾ അത് കുട്ടികൾക്ക് കൂടുതൽ എത്തുമ്പോൾ നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിൽ കാണുന്ന പോലെ നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് കണ്ടന്റ്സ് വെറുതെ ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ മറ്റൊക്കെ കിട്ടുമ്പോൾ അവരുടെ പെർഫോമൻസ് മാറും. നമ്മളിപ്പോൾ ഈ കാണുന്നത് നമ്മുടെ റാങ്ക് ലിസ്റ്റൊക്കെ നിർത്തി നോക്കിയാൽ വളരെ ചുരുക്കം 1%, 1.5% ആളുകളാണ് കേരളത്തിൽ ക്വാളിഫൈ ആവുന്നത്. ഇത് നമുക്ക് കൂട്ടണം. വെറും കഴിഞ്ഞ പ്രാവശ്യം ഒരു 500 പേരെങ്കിലും കയറേണ്ടതാണ് ശരിക്കും നമ്മുടെ പോപ്പുലേഷൻ വെച്ച്. ആ സമയത്ത് 250 പേരൊക്കെയാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ കയറുന്നത്. അപ്പോൾ ആ എണ്ണം നമുക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നമ്മൾ ഒരുമിച്ച് നിൽക്കണം കേട്ടോ. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു കോമ്പറ്റീഷൻ ഞാൻ റെഡിയാണ്. അത് ഹെൽത്തി കോമ്പറ്റീഷൻ ആയിരിക്കണം. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ വീഡിയോയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വിഴുപ്പൽക്കാൻ ഞാനില്ല. ഇത് ഈ ഒരു
വീഡിയോയുമായിട്ട് ക്ലാരിഫിക്കേഷൻ അവസാനത്തെ വീഡിയോ ആണ്. ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇനി ഒന്നും SSC മലയാളിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ക്ലാരിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇത് അവസാനത്തെ വീഡിയോ ആണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻകാർക്കുള്ള ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻകാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല, നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാരണം നിങ്ങൾ അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത്, എന്തായാലും ഇവരിപ്പോൾ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഏതായാലും ഇവിടെ നമ്മൾ നിൽക്കുന്നില്ല കേട്ടോ. കുറച്ചും കൂടെ നല്ല അധികം റിസൾട്ടുകൾ SSC മലയാളിൻ്റെ 50, 60, 60ൻ്റെ മുകളിലുള്ള കുട്ടികളാണ് SSC മലയാളിൻ്റെ ഓഫ്ലൈൻ, ഓൺലൈൻ, യൂട്യൂബ് ക്ലാസ്സുകളെല്ലാം കണ്ട് പഠിച്ച് അവർക്ക് SSC മലയാളി യൂസ്ഫുൾ ആയെന്ന് പറഞ്ഞ കുട്ടികളാണ്. അപ്പോൾ ഓൾറെഡി ഒരു 10 ടോപ്പ് 20 വരുന്ന ഒരു 10 പേരെയും ഒരു 12 പേരെ നമ്മൾ പരിചയപ്പെട്ടു. അവരുടെ റിവ്യൂ കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇത് കിരൺ 844 റാങ്കാണ്. നമ്മൾ അന്ന് പറഞ്ഞപ്പോൾ മിസ്സായി പോയതാണ്. കേരളത്തിൽ 11ാം റാങ്കിലുള്ള കിരണാണ്. കിരൺ, നിങ്ങൾ കാര്യം ചെയ്യും, ഞാനിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് ഇതൊന്ന് വായിച്ചു നോക്കുക. ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കേണ്ട, ഞാൻ പറയുന്ന തള്ളൊന്നും നിങ്ങൾ കേൾക്കണ്ട. ഈ കുട്ടികൾ ജെന്യൂനായിട്ട് പറഞ്ഞ കാര്യങ്ങൾ അത് അവർ എഴുതി തന്നതാണ്, നമ്മൾ ആരെയും കമ്പൽ ചെയ്തല്ല. അവർ എഴുതി തന്നതാണ് SSC മലയാളി ഇങ്ങനെയൊക്കെ അവരുടെ ജീവിതത്തിൽ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ചെറിയ സന്തോഷമാണ്. SSC മലയാളി ഇങ്ങനെയൊക്കെ അവരെ സഹായിച്ചിട്ടുണ്ടെന്ന് ആലോചിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. ഇത് ഈ സന്തോഷമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. പല ആൾക്കാരും പറഞ്ഞാൽ ഈ ഗ്രൂപ്പിലൊക്കെ പറഞ്ഞു കേട്ട് നമുക്കിത് ബിസിനസ്സാണ്. അങ്ങനത്തെ ആളോട് ഒരു കാര്യം പറയാനുള്ളൂ, അങ്ങനെ ബിസിനസ് നടത്തേണ്ട ആവശ്യമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സാമ്പത്തിക ചുറ്റുപാടിൽ ഒരു ഞാൻ വരുന്നത്. നല്ല ഒരു 1 ലാഖിൻ്റെ അടുത്ത് സാലറി ഉണ്ടായിരുന്ന ഒരു ജോലി ഉണ്ടായിരുന്നു. എൻ്റെ വൈഫിന് എന്നെക്കാളും നല്ല ജോലിയുണ്ട്. അപ്പോൾ ഒരു സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഫാമിലിയിൽ നിന്നായതുകൊണ്ട് അങ്ങനത്തെ ഒരു ഫാമിലിയിൽ നിന്ന് ഞാൻ റിസൈൻ ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് ബിസിനസ് നടത്താനല്ല. ബിസിനസ് നടത്താനാണെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്ത് കൂട്ടായിരുന്നു കേട്ടോ. അതൊന്ന് നിങ്ങൾ കഴിഞ്ഞ 1.5 വർഷത്തെ SSC മലയാളിൻ്റെ തീർത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഞാനൊക്കെ 4-5 വർഷം മുമ്പ് SSCക്ക് പഠിച്ചപ്പോൾ ഞാൻ കൊടുത്തത് ഇതിൻ്റെ ഇരട്ടി ഫീസായിരുന്നു. അതിനും കുറഞ്ഞ ഫീസാണ് ഇപ്പോഴും നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ നോക്കിയാൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിനാണ് കേട്ടോ. പല ക്ലാസ്സുകൾ ഇപ്പോൾ നോക്കിയാൽ, ഇപ്പോൾ മറ്റേ കറണ്ട് അഫയേഴ്സിൻ്റെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് നമ്മൾ PDF കൊടുക്കുന്നത്, അത്രയും എഫേർട്ട് എടുത്ത് നമ്മൾ അതുൽ സാർ ചെയ്യുന്ന PDF ഒക്കെയാണ് അതുൽ സാർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ടീമും കമ്മ്യൂണിറ്റിയൊക്കെ നമ്മൾ ചുറ്റുണ്ടാകുമ്പോൾ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം. കിരൺ, പിന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾ ജസ്റ്റ് പിന്നെ അനേകം നമ്മുടെ ഫസ്റ്റ് ബാച്ചിൽ സ്റ്റുഡൻ്റാണ്, ഞങ്ങൾ മച്ചു എന്ന് വിളിക്കും ഞങ്ങളെല്ലാവരും കേട്ടോ. അവരൊക്കെ ജെന്യൂനായിട്ട് മനസ്സിൽ നിന്ന് എഴുതിയിട്ടുള്ള വാക്കുകളാണ് അതൊക്കെ. അല്ലാതെ എനിക്കറിയായിരുന്നു നമ്മളിത് റിസൾട്ട് മാത്രം വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇവർ പറയും, ഇങ്ങനെ പറഞ്ഞു നടക്കും. അങ്ങനെ അതിനൊരു മറുപടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ റിവ്യൂ കൂടെ കുട്ടികളുടെ കയ്യിൽ നിന്ന് വാങ്ങി. റിവ്യൂ തരാത്തവർ വേണ്ടാന്നായി പറഞ്ഞു. കാരണം അവർക്ക് ചിലപ്പോൾ ഞാൻ ചോദിച്ചുകൊണ്ട് എങ്ങനെ തരും എന്ന് മടിച്ചിട്ട് നിൽക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ആളുകൾ പറഞ്ഞു റിവ്യൂ തന്നാൽ കുഴപ്പമില്ല. അപ്പോൾ റിവ്യൂ കുഴപ്പമില്ല. ഇതായി. പിന്നെ അക്ഷയ്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആൾ. ഞാൻ കാണുന്നത് 2 ദിവസം മുമ്പാണ് നേരിട്ട് കാണുന്നത്. പക്ഷേ കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ SSC മലയാളിൻ്റെ ഫ്രീ ക്ലാസ്സുകളെല്ലാം കണ്ട് നോട്ട് എഴുതി പഠിച്ച് ഇപ്പോൾ നോക്കിയാൽ CBIയിൽ സബ് ഇൻസ്പെക്ടറായിട്ട് അവൻ ആഗ്രഹിച്ച് പോയതാണ്. അവൻ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ CBI കൊടുത്തു. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ അവൻ്റെ മാർക്ക് വെച്ചിട്ട് CBI കിട്ടി. ഇതിൽ കൂടുതൽ സന്തോഷിക്കാൻ നമുക്ക് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. ഇതൊക്കെയാണ് നമ്മുടെ റിവാർഡ്സ് കേട്ടോ. ഇങ്ങനെ കുട്ടികൾ പഠിച്ച് ക്വാളിഫൈ ആയി കയറി പോകും. ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ഒന്നും ആവശ്യമില്ല. ഈ കുട്ടികളുടെ സന്തോഷം കാണുമ്പോൾ ബാക്കിയുള്ളവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് എൻ്റെ രോമത്തിൽ പോലും, എൻ്റെ നല്ല SSC മലയാളം രോമത്തിൽ പോലും ഏറിയിട്ടുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാനതൊരു എൻ്റെ മനസ്സിന് ചെറിയൊരു വിഷമം കൂടെ തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അല്ല, ഞാൻ ഇന്നേ വരെ 1.5 വർഷമായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെതിരെയും കാര്യങ്ങളൊന്നും പറയാനോ അല്ലെങ്കിൽ എതിർത്ത് സംസാരിക്കാനോ അവരെ മോശമായിട്ട് താഴ്ത്തി കിട്ടാനോ ഇവിടെ ഓൺലൈനിൽ നല്ല എൻ്റെ കുട്ടികളോട് പോലും ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ല. ഒരു കുട്ടിയോട് പോലും ഞങ്ങൾ SSC ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മോശമാണെന്ന് ഞാൻ അവരോട് പറഞ്ഞു എന്നുള്ളത് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റില്ല. കാരണം ആ ഒരു രീതിയിൽ തന്നെ അത് ഞാൻ വളർന്നു വന്നിട്ടുള്ള എൻ്റെ ഒരു ചുറ്റുപാടാണ്. അല്ലെങ്കിൽ ഞാൻ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ് എൻ്റെ ലൈഫിൽ നിന്ന്. അതായത് ബാക്കിയുള്ളവരെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ 2 രീതിയിൽ മുന്നോട്ട് പോകും. ഒന്ന് ചവിട്ടി താഴ്ത്തിയിട്ട് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ അവരെക്കാളും നല്ല ഞാൻ രണ്ടാമത്തെ തന്നെയാണ്. അവരെക്കാളും നല്ല നിങ്ങളിപ്പോൾ ഒരു 4 ക്ലാസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു 10 ക്ലാസ് കൊടുത്തിട്ട് നിങ്ങൾ മുകളിൽ കയറാൻ നോക്കും. അല്ലാതെ നിങ്ങളുടെ ആ കാണുന്ന 4 ക്ലാസ് വളരെ ബോർ ക്ലാസ്സാണെന്ന് കുട്ടികളോട് പറഞ്ഞിട്ടല്ല ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അക്ഷയ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുന്നതൊക്കെ. ഇഷാൻ അബ്ദുൽ സലാം GST ഇൻസ്പെക്ടറാണ്. ജസ്റ്റ് ചെറിയ നല്ല വായിച്ചു നോക്കുക. പിന്നെ അജ്മൽ ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. അങ്ങനെ ഓരോന്നും ഞാൻ പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കുക. അജയ് കൃഷ്ണ, പിന്നെ പ്രവീണൊക്കെ നമ്മുടെ പഴയ എന്താ പറയുക, നമ്മൾ പണ്ട് ഞാൻ പറഞ്ഞിരുന്നു 1500 രൂപയ്ക്ക് നമ്മൾ ചില കോഴ്സൊക്കെ കൊടുത്തായിരുന്നു. അതിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് കേട്ടോ. പിന്നെ ജിതിൻ വായിച്ചു നോക്കുക. പിന്നെ മാളവിക നമ്മുടെ ഫസ്റ്റ് ഓൺലൈൻ ബാച്ചിലുള്ള സ്റ്റുഡൻറ്റ് കൂടിയാണ്. പല കുട്ടികൾക്കും സംശയമാണ് ഓൺലൈൻ പഠിച്ചു കഴിഞ്ഞാൽ, ഓൺലൈൻ ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ സംശയമുള്ള ആളുകൾ. വളരെ നല്ല മാർക്ക് വാങ്ങിയതാ CGDA ഓഡിറ്ററായിട്ട് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവർക്കൊക്കെ എങ്ങനെയാണ് SSC മലയാളി യൂസ്ഫുൾ ആയെന്നുള്ള അവർ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങളിതൊന്ന് വായിച്ചു നോക്കുക. പിന്നെന്താ, അടുത്ത് ലിജിൻ കഴിഞ്ഞ 4-5 വർഷമായിട്ട് നമ്മുടെ ഈ ഒരു SSC കമ്മ്യൂണിറ്റി ആയിട്ടുള്ള പരിചയമാണ്. അപ്പോൾ പല എക്സാമായിട്ട് ക്രാക്ക് ചെയ്ത് ഇപ്പോൾ TA ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഈ വർഷം CAG ഓഡിറ്ററായിട്ട് കിട്ടി കേട്ടോ. പിന്നെ അഭിജിത്ത് വായിച്ചു നോക്കുക. അഭിജിത്തൊക്കെ നോക്കി ഓരോരുത്തർക്കും ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഓരോ കാരണം ഉണ്ടെന്ന് പരസ്യം കണ്ടിട്ട്. അതുപോലെ SSC മലയാളി ഇഷ്ടപ്പെടാനും ഓരോരുത്തർക്കും ഓരോ കാരണമാണ്. എല്ലാവർക്കും ഒരു കാരണം. ചില ആൾക്കാർ യൂട്യൂബ് ക്ലാസ് ആയിരിക്കാം, ചില ആൾക്ക് ടെലഗ്രാം ഗ്രൂപ്പിൽ ഡിസ്കഷൻ ആയിരിക്കാം, ചില ആൾക്ക് നമ്മൾ ടെലഗ്രാമിൽ കൊടുത്ത ഫ്രീ ക്യൂസ് ആയിരിക്കാം, ചില ആൾക്ക് നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സുകളായിരിക്കും, ചില ആൾക്ക് ഓൺലൈൻ പെയ്ഡ് ക്ലാസ്സുകളായിരിക്കും. പലതരത്തിലും SSC മലയാളി ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ നോക്കി ഓരോരുത്തർ പറഞ്ഞാൽ മതി. ബിസ്റ്റോ ബെന്നി നമ്മുടെ CHSL കേരള
ഫസ്റ്റ് റാങ്ക് ഓൾ ഇന്ത്യ 8ാം റാങ്കുള്ള വിസ്റ്റോ ബെന്നി എങ്ങനെയാണ് SSC മലയാളി വിസ്റ്റോ ബെന്നിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പറയുന്ന കാര്യമാണ്. ജസ്റ്റ് ഇത് നമ്മളാരും വിസ്റ്റോ ബെന്നിയോട് കമ്പൽ ചെയ്തിട്ടൊന്നും വാങ്ങിക്കുന്നല്ല, അവരുടെ ഇഷ്ടത്തിന് നമുക്ക് അയച്ചു തരുന്നത് കേട്ടോ. അവർക്കൊക്കെ ടെലഗ്രാം ഗ്രൂപ്പ് 17,000 മെമ്പേഴ്സിലെ ടെലഗ്രാം ഗ്രൂപ്പ്. വെറും ടെലഗ്രാം ഗ്രൂപ്പ് അല്ല, നമ്മൾ നമ്മുടെ ചാനൽ അതിന് പൊക്കി പറയല്ലോ കേട്ടോ, നമ്മളതിലൊന്നും ചെയ്യുന്നില്ല. പക്ഷെ എന്നാലും ആ ആക്റ്റീവായിട്ടുള്ള ഗ്രൂപ്പ് അന്ന് 2020 സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനൊരു ഗ്രൂപ്പ് ഇല്ലാത്ത സമയത്ത് നമ്മൾ കുറച്ച് ആളുകൾ ഒരുമിച്ചിരുന്ന് ചേർന്ന് തുടങ്ങിയൊരു പരിപാടിയാണിത്. അന്ന് വളരെ നല്ല രീതിയിൽ പോയി. ഇപ്പോൾ അത് വളരെ നല്ല രീതിയിൽ SSC പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്കാണ് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളും കിട്ടുന്ന ഒരു കമ്മ്യൂണിറ്റി. അതൊരുപാട് പേര് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അതിൽ ടെൻഷൻ അടിച്ചിട്ട് എന്ത് കാര്യം കേട്ടോ. ഇപ്പോൾ ഞാനിത് കേട്ടു, ഞാൻ ഈ പല ഇൻസ്റ്റിറ്റ്യൂഷനും നമ്മളിതിനെ പറ്റി ഇങ്ങനെ ടെലഗ്രാം ഗ്രൂപ്പിനെ പറ്റി പറയുന്നിട്ട് ഞാൻ ജസ്റ്റ് ഇവരുടെ കൈ പഠിക്കുന്ന ചില സാറുമാരൊക്കെ നോക്കി. അപ്പോൾ അവരൊക്കെ നമ്മുടെ ഈ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് അത്ര മോശം ഗ്രൂപ്പാണ്, ഇവരൊക്കെ ഈ ടെലഗ്രാം ഗ്രൂപ്പിൽ വന്നിരിക്കുന്നതിനാണ്. പിന്നെ വേറെ പല കാര്യം ഞാൻ അറിഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ സംഭവങ്ങളൊന്നും പറയുന്നില്ല, നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് നല്ല പഠിക്കുന്ന കുട്ടികളാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് വേഗം ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കോഴ്സ് എടുത്തിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുക. എന്നിട്ട് അവർ അത് ഓൾറെഡി ലെവലെത്തിയ കുട്ടികളാണ്, വളരെ നല്ല ലെവലെത്തിയ കുട്ടികളാണ്, അവർ റാങ്ക് ലിസ്റ്റ് കയറുന്ന ഉറപ്പുള്ള കുട്ടികളാണ്. അപ്പോൾ അവർക്ക് വേഗം ചെയ്യും ഇവരുടെ കോഴ്സ് എടുത്തിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുക. അപ്പോൾ അവരുടെ അതായത് 8 കാലി മമ്മൂഞ്ഞിൻ്റെ സ്വഭാവം, നന്നായിട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റ് കയറാൻ പോകുന്ന ഒരു കുട്ടീൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി അങ്ങനെയൊന്നും നമ്മൾ ആരുടെയും ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളത് വളരെ നല്ല രീതിയിൽ മാന്യമായ രീതിയിൽ എല്ലാ കുട്ടികൾക്കും കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഫ്രീ ആയിട്ട് ക്ലാസ് കൊടുക്കുക, എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷേ അതെല്ലാ കുട്ടികൾക്കും ഒരുപോലെ കൊടുക്കണം. അല്ലാതെ ഓൾറെഡി കഴിവ് തെളിയിച്ച കുട്ടികൾക്ക് നിങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിൽ അതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അല്ലെങ്കിൽ എല്ലാ കുട്ടികൾക്കും നിങ്ങൾ ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ കൊടുക്കുക, അതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം കുട്ടികളെല്ലാം SSC നാളെ ഒരു SSC എന്ന് പറഞ്ഞ ഫീൽഡിലോട്ട് ഒരുപാട് കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവരെല്ലാവരും അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഒന്നും നമുക്ക് ഇവിടെ ഇല്ല. അപ്പം നമുക്ക് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ ക്ലാസ്സുകൾ കൊടുക്കുന്ന, വളരെ ഹൈ ക്വാളിറ്റി ക്ലാസ്സുകൾ കൊടുക്കുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ചുറ്റും വേണം. എന്നാലേ നമുക്ക് കുട്ടികൾക്ക് വളരെ നല്ല രീതിയിൽ ഈ SSC കമ്മ്യൂണിറ്റിയിൽ മുന്നോട്ട് പോകാനും വളരെ നല്ല ജോലിയിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേരെ നമുക്ക് അങ്ങോട്ട് എത്തിക്കാനും സാധിക്കുള്ളൂ കേട്ടോ. ഓക്കെ, പിന്നെ അടുത്ത നിഖിൽ സെൻ കേട്ടോ. ഞാൻ ഒരുപാട് പേരുണ്ട്, ഞാനിത് എല്ലാവർക്കും വായിക്കാൻ പോകുന്നില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിർത്തി ഒന്ന് വായിച്ച് നോക്കുക താല്പര്യമുള്ളൂ കേട്ടോ. പ്രണവ്, പിന്നെ അജീന, നബാൻ കെയർ. നബാൻ നമ്മുടെ ഓഫ്ലൈൻ ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ്. നബാനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു കാര്യം, കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഈ ഫീൽഡിലുള്ള ഒരാളാണ്. കഴിഞ്ഞ വർഷം 2 മാർക്കിന് CHL പോയി, ഇപ്രാവശ്യം 2 മാർക്കിന് CHL പോയി. കഴിഞ്ഞ പ്രാവശ്യം പല കാരണങ്ങൾ കൊണ്ടും CGL എഴുതാൻ പറ്റാത്ത അങ്ങനെയൊക്കെ ഒരുപാട് സങ്കടത്തിൻ്റെ ഉള്ളിൽ ലാസ്റ്റ് 3-4 വർഷത്തിന് ശേഷം റാങ്ക് ലിസ്റ്റിൽ എത്തിയിരിക്കുകയാണ്. പിന്നെ നബാൻ എന്ന് പറഞ്ഞാൽ പല ആൾക്കാർ സംശയമാണ്, സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് കയറാൻ ബുദ്ധിമുട്ടാവും. നബാൻ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടാണ് കേട്ടോ. കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വളരെ നല്ല രീതിയിൽ പെർഫോമൻസ് നടത്തിയിട്ട് റാങ്ക് ലിസ്റ്റ് കയറിയിട്ടില്ല. അടുത്ത വർഷം നിങ്ങൾ കണ്ടോ, ഈ ടാക്സ് അസിസ്റ്റന്റ് മുകളിൽ ഗ്രൂപ്പ് B പോസ്റ്റിലേക്ക് നബാൻ എത്തുകയും ചെയ്യും. ഒരു സംശയം അതിലില്ല, അത്രയും കാലിബറാണ്. അപ്പോൾ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആൾക്ക് മാത്രമൊന്നുമല്ല റാങ്ക് ലിസ്റ്റ് കയറാൻ പറ്റും കേട്ടോ. അത് നിങ്ങളുടെ കഴിവും കാര്യങ്ങളും അനുസരിച്ചല്ല. നിങ്ങൾ സയൻസ് പഠിച്ചുകൊണ്ടോ, നിങ്ങൾ BTech പഠിച്ചുകൊണ്ടോ, നിങ്ങൾ BSc പഠിച്ചുകൊണ്ടോ എന്തോ വലിയ സംഭവം ഒന്നും ആവുന്നില്ല. ഓക്കെ, പിന്നെ ശ്രീഹരി നമ്മുടെ ഓഫ്ലൈൻ ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ്. ശ്രീഹരി PSCയിൽ ജയിലറായിട്ട് പോസ്റ്റിംഗ് കിട്ടി, അത് റിസൈൻ ചെയ്ത് SSCക്ക് വേണ്ടി പഠിക്കാൻ ഇറങ്ങിയൊരു മനുഷ്യനാണ്. അങ്ങനെ ആ റിസൈൻ ചെയ്ത് പഠിക്കാൻ ഇറങ്ങിയതിൻ്റെ ഒരു റിസൾട്ടാണ് ഇപ്പോൾ കാണുന്നത്. ശ്രീഹരിക്കും ടാക്സ് അസിസ്റ്റന്റ് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് ശ്രീഹരിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ശ്രീഹരി എഴുതിയിട്ടുണ്ട്. പിന്നെ വിഷ്ണു പ്രസാദ്, അത് നമ്മുടെ ഓഫ്ലൈൻ ബാച്ചിലെ സ്റ്റുഡൻറ്റ് തന്നെയാണ് കേട്ടോ. വിഷ്ണു പ്രസാദും നമ്മൾ വിശ്വസിച്ച് നമ്മുടെ സെക്കൻഡ് ബാച്ചിലുണ്ടായിരുന്ന ഒരു സ്റ്റുഡൻ്റാണ്. എങ്ങനെയാണെന്നുള്ളത് വിഷ്ണു പ്രസാദ് എഴുതുന്നുണ്ട്. പിന്നെ ഡിവിന സാഗർ, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരാളാണ്. ഇന്ന് എന്നെ കാണാൻ വന്നായിരുന്നു ഇൻസ്റ്റിറ്റ്യൂഷനിൽ. ഇയാളുടെ നമ്മുടെ ക്രാഷ് കോഴ്സിലും ലാസ്റ്റ് ക്രാഷ് കോഴ്സിലും ഉണ്ടായിരുന്നു ഇയാളുടെ 7ാമത്തെ അറ്റംപ്റ്റ്. പല കാരണങ്ങൾ കൊണ്ട് ഇതിന് മുമ്പത്തെ പല അറ്റംപ്റ്റുകൾ ക്ലിയർ ആകാൻ പറ്റിയില്ല, പല കാരണങ്ങളും ഉണ്ടാകും. പക്ഷേ എന്നാലും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ ഒരു ഫീൽഡിൽ തന്നെ നിന്ന് ലാസ്റ്റ് 7ാമത്തെ അറ്റംപ്റ്റ്, നമുക്ക് എത്ര പേരുണ്ടാവും ഡെഡിക്കേറ്റഡ് ആയിട്ട് 7 വർഷം വരെ ഈ ഫീൽഡിൽ നിൽക്കുന്നത്. 7ാമത്തെ അറ്റംപ്റ്റ് ലാസ്റ്റ് വളരെ നല്ലൊരു പോസ്റ്റോട് കൂടി ടാക്സ് അസിസ്റ്റന്റ് CBDT ഇൻകം ടാക്സിൽ ടാക്സ് അസിസ്റ്റന്റ് ആയിട്ട് കയറിയിട്ടുണ്ട്. ഇന്ന് സത്യം പറഞ്ഞാൽ ആ കുട്ടി എൻ്റെ മുമ്പിൽ വന്നിട്ടിരുന്ന് ചെറുതായിട്ട് കണ്ണ് നിറഞ്ഞ് കരഞ്ഞ്. കാരണം അത് നമ്മളോടല്ല, ആ കുട്ടി അത്രയും ഒരു എന്താ പറയുക, വീട്ടിൽ പ്രശ്നങ്ങളല്ല, പക്ഷേ വീട് പല കാര്യം കൊണ്ട് വിൽക്കേണ്ടി വന്നു. പിന്നെ അങ്ങനത്തെ ഒരുപാട് വാടക വീട്ടിലൊക്കെ താമസിച്ച് കഷ്ടപ്പെട്ട് പല കുട്ടികളും എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, സാറേ കല്യാണത്തിന് അല്ലെങ്കിൽ ഉത്സവത്തിന് പോലും പോകാൻ പറ്റുന്നില്ല, പോയാൽ ഇതുപോലെ കുത്തുവാക്ക് ചോദ്യങ്ങളും മറ്റേതൊക്കെ. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇനി കുറച്ച് ഉത്സവത്തിനൊക്കെ പോയി കല്യാണത്തിനൊക്കെ പോയി ജോലി കിട്ടിയില്ല. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ വിജയത്തിൽ ഒരു ചെറിയ പങ്ക് നമ്മൾ വഹിക്കുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇതിൻ്റെ അപ്പുറത്തേക്ക് വേറെ സന്തോഷ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടാനില്ല കേട്ടോ. ഇതാണ് നമ്മുടെ സന്തോഷം. അല്ല ബാക്കിയുള്ള ചെറിയ നമ്മുടെ ചുറ്റും വരുന്ന, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ചെറിയ കുഞ്ഞി കല്ലുകൾ കൊണ്ട് വരുന്ന ചെറിയ ഏറുകൾ നമുക്കൊരു പ്രശ്നമായിട്ട് മാറുന്നില്ല. അതിലും വലിയ കാര്യങ്ങൾ നമുക്കിവിടെ നടക്കുമ്പോൾ ചെറിയ കാര്യങ്ങൾ എന്നെ ബാധിക്കുന്നേ ഇല്ല കേട്ടോ. അപ്പം ഇങ്ങനെ ഉള്ള ഒരുപാട് പേര് നോക്കിയേ, ഇതൊക്കെയാണ് നമ്മുടെ റിസൾട്ടുകൾ കേട്ടോ. പിന്നെ ആരാ, സ്നേഹ 2 ദിവസം മുമ്പ് എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. സ്നേഹ പറഞ്ഞത്, സ്നേഹക്ക് വേറെ രീതിയിലാണ് SSC മലയാളി എഫക്റ്റ് ചെയ്തത്. ഞാൻ പറഞ്ഞ ടെലഗ്രാം ക്യൂസ്, അതായത് ലാസ്റ്റ് SSC CGL Tier 1 മുമ്പ് നമ്മൾ നടത്തിയൊരു ക്യൂസ് ഉണ്ടായിരുന്നു. ഒരു ക്യൂസ്, ഡെയിലി ക്യൂസ്, അതായത് വെറുതെ ചടപറ ക്യൂസ് എന്നല്ല, ശരി കൃത്യമായിട്ട് കുട്ടികൾക്ക് ഷെഡ്യൂൾ കൊടുത്ത് അവരത് പഠിച്ച് വന്ന് അതിൻ്റെ ക്യൂസ് ഡെയിലി രാത്രി വൊക്കാബ് ക്യൂസ് ഉണ്ട്. ബ്ലാക്ക് ബുക്കൊക്കെ എടുത്തിട്ട് നമ്മൾ കൃത്യമായി പേജ് പഠിക്കണം എന്ന് പറഞ്ഞ് അവരോട് പറഞ്ഞ് അത് രാത്രി ക്യൂസ് നടത്തി
9 മണിക്ക് GK ക്യൂസും 9:20. അതായത് കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് പോകുന്ന ഒരാൾക്ക് റിവൈസ് ചെയ്തൊന്ന് പഠിക്കണം എന്നുള്ളത് പറ്റിയ ഒരാൾക്ക് അതിന് പറ്റിയൊരു കാര്യങ്ങൾ. അപ്പോൾ സ്നേഹ എന്നോട് പറഞ്ഞു, സാർ അത് വളരെ നന്നായിട്ട് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നേരിട്ട് നമ്മൾ വന്ന് കണ്ടത് കേട്ടോ. പിന്നെ മാളവിക 2 ജോലിയും കാര്യങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സുകളെ പറ്റിയും കാര്യങ്ങളൊക്കെ തന്നെ പറയാനുള്ളത് കേട്ടോ. ക്രിയേറ്റിംഗ് എ കമ്മ്യൂണിറ്റി, എന്താ വൈഷ്ണവ്, മനീഷ, ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് കണ്ടു നോക്കുക. പ്രണവ് കൃഷ്ണ, സ്നേഹാനിൽ, ആനന്ദ് SK, അലൻ തോമസ്, ബിനു GS, അക്ഷയ് സാറെ നിങ്ങൾ വേറെയും പല രീതിയിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു അധ്യാപകനും കൂടിയാണ് അക്ഷയ് സാർ. അക്ഷയ് സാറിനെ പറ്റി പറയുകയാണെങ്കിൽ അക്ഷയ് സാർ ഒരു കോച്ചിങ് എവിടെയും എടുത്തിട്ടില്ല എന്നുള്ളതാണ്. അക്ഷയ് സാർ ആകെ പഠിച്ചിട്ടുള്ളത് നമ്മുടെ SSC. നിങ്ങൾ വേറെ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫ്ലെക്സ് കൊടുത്താൽ അക്ഷയ് സാർ ഫോട്ടോ കാണില്ല. കാരണം അക്ഷയ് സാർ പഠിച്ചിട്ടില്ല. അക്ഷയ് സാർ നമ്മുടെ SSC മലയാളി കമ്മ്യൂണിറ്റിയിലെ ക്ലാസ്സുകൾ, അതുപോലെ ഓൺലൈനായിട്ട് കിട്ടുന്ന യൂട്യൂബ് ഫ്രീ ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ കണ്ട് പഠിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. നമ്മളുമായിട്ടൊക്കെ നിരന്തരം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങാൻ നേരത്തെ ഞാൻ ഈ ഫാക്കൽറ്റീസിനൊക്കെ നോക്കി നടന്ന അക്ഷയ് സാർ എനിക്ക് മെസ്സേജ് അയച്ച്, സാറേ ഞാൻ ക്ലാസ് എടുക്കാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്ന് ക്ലാസ് കൊടുത്ത് അപ്പോഴാണ് കൂടുതൽ അക്ഷയ് സാറിനെ പരിചയപ്പെടാനും പറ്റുക. ഇപ്പം നമുക്കൊരു അനിയനെ പോലെയാണ്. അപ്പോൾ ഈ ഒരു വിജയത്തിലേക്ക് ഒരുപാട് സന്തോഷിക്കുന്ന ആളുകളിൽ ഒരാൾ കൂടിയാണ് ഞാൻ. പക്ഷേ ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു കോച്ചിങ് എവിടെ എടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഒരു ഓഫ്ലൈൻ കോച്ചിങ് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് അക്ഷയ് സാറ്. അപ്പോൾ പല ആളുകളും ഇപ്പോൾ പറയുന്നത് കേട്ടാൽ തോന്നും ഒരു റാങ്ക് ലിസ്റ്റിൽ വരണമെന്നുണ്ടെങ്കിൽ ഒരു ഓഫ്ലൈൻ കോച്ചിങ് എടുക്കണം. ആ ഓഫ്ലൈൻ കോച്ചിങ് എടുത്ത് അവിടെ നമ്മൾ 10,000 കൊണ്ടുപോയി കൊടുത്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഈ റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റുള്ളൂ. പല ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ തുടക്കത്തിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു ഒപ്പിട്ട് വാങ്ങിക്കും. എന്താണ് അതിൽ, നിങ്ങൾ നാളെ റാങ്ക് ലിസ്റ്റിൽ കയറിയാൽ നിങ്ങളുടെ ഫോട്ടോ വെച്ച് നമുക്ക് പരസ്യം ചെയ്യാവും. എന്തിനാ അത് ഒപ്പിട്ട് വാങ്ങിക്കേണ്ട ആവശ്യം എന്താ? അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ വളരെ നല്ല രീതിയിൽ ആ കുട്ടികൾക്ക് എഫക്റ്റീവായിട്ട് ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾ നിങ്ങൾക്ക് നന്നായിട്ട് ഫോട്ടോ അയച്ചു തരില്ലേ? ആ കുട്ടി ഫോട്ടോ വെക്കുന്നതിന് ആ കുട്ടി നിങ്ങൾ എന്തെങ്കിലും പറയുമോ? പിന്നെ എന്തിനാണ് നിങ്ങൾ ഒപ്പിട്ട് വാങ്ങിക്കേണ്ട ആവശ്യം? ഇന്നേ വരെ നമ്മുടെ SSC മലയാളിയിൽ കുട്ടി ജോയിൻ ചെയ്യുന്ന നേരത്ത് അങ്ങനത്തെ ഒരു പേപ്പറിൽ ഒപ്പിട്ട് നമ്മൾ വാങ്ങിയിട്ടില്ല. അപ്പോൾ നാളെ ഒരു കുട്ടി വന്നിട്ട് പറയുകയാണ്, സാറേ നിങ്ങളുടെ ക്ലാസ്സുകൾ ഒരു തരത്തിലും എനിക്ക് എഫക്റ്റീവ് ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ കുട്ടീൻ്റെ ഫോട്ടോ ഒന്നും നമ്മൾ എവിടെയും കാണിക്കില്ല. കാരണം എന്താ, നമ്മൾ കാരണം ആ കുട്ടിക്ക് ഒരു ഉപകാരം കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ആ കുട്ടീൻ്റെ ഫോട്ടോ വെക്കുന്നത്, അല്ലേ? കാരണം ആ കുട്ടിക്ക് അത് ഇഷ്ടമാവില്ല. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ നോക്കേണ്ടത്. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ ഒരു കുട്ടികൾക്ക് എല്ലാവരും ഒന്നുമില്ല, ചില ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ കുട്ടികൾക്ക് വലിയ എഫക്റ്റീവായിട്ടൊന്നും കൊടുത്തില്ലെങ്കിലും ഫ്ലെക്സ് വരുമ്പോൾ അവരുടെ പേരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഒപ്പിട്ട് എന്തിനാണ് കുട്ടികളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യം എനിക്ക് മനസ്സിലാവുന്നില്ല. നന്നായിട്ട് ക്ലാസ് കൊടുത്താൽ ആ കുട്ടികളുടെ ഫോട്ടോ വെക്കുന്നതിന് ആ കുട്ടികളൊന്നും നിങ്ങളെ പറയാൻ പോകുന്നില്ല കേട്ടോ. ഓക്കെ. പിന്നെ അഭിജിത്ത് തമ്പിനെ പറ്റി ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. CHSL Tier 1 ക്ലിയർ ആകാൻ പറ്റാതെ സങ്കടപ്പെട്ടിരുന്ന സ്ഥാനത്ത് CGLൻ്റെ Tier 1 വളരെ നല്ല മാർക്ക് വാങ്ങി. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ CGLൻ്റെ റാങ്ക് ലിസ്റ്റിലും CHSL Tier 1 പോലും ക്ലിയർ ആയിട്ടില്ല. ആ സമയം CHSLൻ്റെ റാങ്ക് ലിസ്റ്റിലും കയറിയിട്ടുണ്ട്. ഈ ഒരു പോസ്റ്റ് ഒന്നും കിട്ടേണ്ട ഒരാളല്ല. കാരണം എന്ന് വെച്ചാൽ അന്ന് പരീക്ഷൻ്റെ രാവിലെ എക്സാം സെൻറ്ററിൽ നടന്ന ചില പ്രശ്നവും കാര്യങ്ങളൊക്കെ ടെൻഷൻ അടിച്ച് അങ്ങനെ വലിയ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റാതെ ഇങ്ങനെ എത്തിപ്പെട്ടു പോയതാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ അപ്പുറം നല്ലൊരു ഗ്രൂപ്പ് B പോസ്റ്റ് കിട്ടിയിട്ട് അവിടെ കാണേണ്ട ഒരാളായിരുന്നു കേട്ടോ. എന്തായാലും അടുത്ത വർഷങ്ങളിൽ നമുക്ക് അവിടെ തന്നെ കാണാം. പിന്നെ ആരതി നമ്മുടെ ഫസ്റ്റ് ബാച്ചിലുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബാങ്ക് കോച്ചിങ് ഒക്കെ എടുത്തിട്ട് പഠിച്ച ഒരാളായിരുന്നു. പക്ഷേ SSCയിലോട്ട് മാറുമ്പോൾ നമ്മളെയാണ് ആദ്യം പ്രിഫർ ചെയ്ത് നമ്മളെടുത്ത് വന്നു. നമ്മൾ അത്യാവശ്യം നമ്മുടെ ഫസ്റ്റ് ബാച്ചിൽ തന്നെ ഉണ്ടായിരുന്നു. വളരെ നല്ല രീതിയിൽ പഠിച്ചു. ആ ഒരു എഫേർട്ടൊക്കെ നമ്മൾ കാണുന്നതാണ്. ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ ഇരുന്ന് പഠിക്കുന്ന ഒരു എഫേർട്ടൊക്കെ. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്ന ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ റായൽ സലാം നമ്മുടെ സെക്കൻഡ് ബാച്ചിലുള്ള സ്റ്റുഡൻ്റ് ആണ്. റായൽ സലാമും വളരെ നല്ല രീതിയിൽ തന്നെ റായൽ സലാമിൻ്റെ ഒക്കെ എഫേർട്ടിൻ്റെ ഒരു ഇതാണ്. നിവേദ് നമ്മുടെ ക്രാഷ് കോഴ്സിലുള്ള സ്റ്റുഡൻ്റ് ആണ്. നിവേദിന് ഇതിൻ്റെ കൂടെ തന്നെ വേറെയും പല ജോലികളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പം. പക്ഷേ ഇങ്ങനെ ഒരു ജോലി. പിന്നെ അഫ്താബ് നമ്മുടെ ക്രാഷ് കോഴ്സിലുള്ള സ്റ്റുഡൻ്റ് ആണ്. പിന്നെ ശരണ്യ ശശി, ഇവർക്ക് യൂട്യൂബ് ക്ലാസ്സുകളാണ് എഫക്റ്റീവായിട്ടുള്ളത്. പിന്നെ ശ്രീപ്രിയ, ഇവരെല്ലാവരും പറയുന്നത് വെച്ചാൽ ആ ഒരു യൂട്യൂബ് ചാനലിലെ ഫ്രീ ക്ലാസ്സുകൾ ഞാൻ പറഞ്ഞല്ലോ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷനെ ക്ലെയിം ചെയ്യാൻ പറ്റും. നിങ്ങൾ നമ്മുടെ പ്ലേലിസ്റ്റിൽ കയറുമ്പോൾ അതിൽ CGL ക്ലാസ്സസ് എന്നിട്ട് 144 വീഡിയോസിലൊരു ക്ലാസ് ഉണ്ടാവും. ഞാൻ വളരെ നെഞ്ചത്ത് കയറിയിട്ട് പറയുന്നു, കുറച്ച് 2-3 വർഷം പഴക്കമുള്ള ക്ലാസ്സുകളാണെങ്കിൽ നിങ്ങൾ CGLന് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ കയ്യിൽ പൈസേൻ്റെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് പൈസ കൊടുത്ത് പഠിക്കാനുള്ളൊരു കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഓൺലൈനായിട്ട് പഠിക്കാൻ റെഡിയാണ്. നിങ്ങൾ ആ 144 വീഡിയോ ഉള്ള പ്ലേലിസ്റ്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് SSCയിൽ ഓൾമോസ്റ്റ് 80% കാര്യങ്ങൾ നിങ്ങൾക്ക് അതിലുണ്ടാവും. അത്രയും ക്ലിയർ കട്ടായിട്ട് നമ്മളതിൽ വീഡിയോസ് എല്ലാം വളരെ നല്ല രീതിയിൽ, പ്രത്യേകിച്ച് റഷീദ് സാറിൻ്റെ അഡ്വാൻസ് മാത്സിൻ്റെ ക്ലാസ്സുകൾ, എനിക്കൊന്ന് ഒരുപാട് ഫാൻസ് ഉണ്ട് ആ ക്ലാസ്സിനൊക്കെ. വളരെ നല്ല രീതിയിൽ ആ ക്ലാസ്സുകളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ക്ലാസ്സൊന്നും ഞാൻ പറയുന്നില്ല, ബാക്കിയുള്ള ക്ലാസ്സുകൾ തന്നെ. അതുപോലെ തന്നെ GK സനൂപ് സാർ ചെയ്ത GKൻ്റെ ക്ലാസ്സൊക്കെ വളരെ, അതായത് ഒരു ക്രിസ്പാണ്. വളരെ നീട്ടി വലിച്ച് വളരെ വലിയൊരു ക്ലാസ്സൊന്നുമല്ല. ജസ്റ്റ് 2 ക്ലാസ്സിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹിസ്റ്ററി, ജിയോഗ്രഫി, പൊളിറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, സയൻസ് ഒക്കെ വളരെ കൃത്യമായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു പ്ലേലിസ്റ്റാണ്. അതിൽ ഭജൻ സാറിൻ്റെ ഇംഗ്ലീഷ് ഉണ്ട്. പിന്നെ അരിത്മെറ്റിക് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അതൊക്കെല്ലാം നമ്മൾ അത്രയും എഫേർട്ട് എടുത്ത്, അതായത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പീക്കിൽ നിൽക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന കുട്ടികളെന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കുക. ഒരു ക്ലാസ് എടുക്കുന്ന സാറിന് ആ ഒരു ടോപ്പിക്ക് മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ. പക്ഷേ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ ടോപ്പിക്കിലും നോളജ് ഉണ്ടാവും.
അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ്. നിങ്ങൾ ഫ്രീ ആയിട്ട് കണ്ടന്റ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ ആ പ്ലേലിസ്റ്റിൽ പോവുക ചെയ്യുക. അതിലില്ലാത്ത ഒരുപാട് കണ്ടന്റുകൾ നമ്മൾ റീസെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചറവറ വീഡിയോസ് ചെയ്യുന്നതിന് നമുക്ക് യോജിപ്പില്ല. കാരണം ചറവറ വീഡിയോസ് ചെയ്താൽ പ്രശ്നം ഇതിൽ ഏതാണ് എന്താ നല്ലത് എങ്ങനെയാണ് പഠിക്കേണ്ടത് ഡെയിലി ഒരു 4-5 വീഡിയോ ഒക്കെ വന്നിട്ട് എന്ത് കാര്യമാണ്? എത്ര കുട്ടികൾ കാണും ഡെയിലി 4-5 വീഡിയോ? അപ്പോൾ വളരെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള വീഡിയോസ് മാത്രം നമ്മൾ യൂട്യൂബിൽ ഇടുന്നുണ്ട്. ഇനിയും അങ്ങോട്ടും ഒരുപാട് പ്ലാനുകളും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് നിങ്ങളെ സഹായിക്കാൻ. ഇനിയും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും കേട്ടോ. കൈലാസ്നാഥ്, അഭിരാമും, നിഖിലൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നിഖിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ വളരെ സജീവമായിട്ടുള്ളൊരു മെമ്പറാണ്. വളരെ ടെലഗ്രാം ഗ്രൂപ്പ് എനിക്ക് തോന്നുന്നു നിഖിൽ ഒരു സമയം പറഞ്ഞ ടെലഗ്രാം ഗ്രൂപ്പാണ് അവൻ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ളത്. ആ ടെലഗ്രാം ഗ്രൂപ്പിലെ കമ്മ്യൂണിറ്റി എപ്പോൾ നോക്കിയാൽ നിഖിൽ ടെലഗ്രാം ഗ്രൂപ്പിലാണ്. ടെലഗ്രാം ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് കൊടുത്ത് അങ്ങനെ തന്നെ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുള്ള ഒരുപാട് പേര് വേറെ ഉണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് നിഖിൽ യു. എന്നിട്ട് ഇങ്ങനത്തെ ഈ ഒരു ടെലഗ്രാം ഗ്രൂപ്പിനെ പറ്റിയാണ് വളരെ നിസ്സാരമായിട്ട് ഇവർ പറയുന്നത്. ഇത് ടെലഗ്രാം ഗ്രൂപ്പിലുള്ള ആളുകളെ പിടിച്ച് നമ്മൾ ആഡ് ചെയ്തു. നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. ആ ടെലഗ്രാം ഗ്രൂപ്പ് പറ്റി ഇവർ പറയുന്നതാണ് എന്താണ് SSC മലയാളീൻ്റെ ടെലഗ്രാം ഗ്രൂപ്പ് യൂട്യൂബ് ചാനൽ എന്നുള്ളത് വളരെ വൃത്തിക്ക് കുട്ടികൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് വേറൊരു സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നവീന, പിന്നെ ഡാനിഷ്, ഇതാ പിന്നെ ഇത്രയാണ് നമ്മുടെ CGL റിസൾട്ട് കാര്യങ്ങൾ. ഇത് ഇവിടെ നിൽക്കുന്നില്ല കേട്ടോ. ഇവിടെ ഏകദേശം ഒരു 10-50-60 ആളുകൾ റിവ്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു. ഇത് നിന്നിട്ടില്ല. ഇത് ഇനി ഇറങ്ങിപ്പോയാൽ ഒരുപാട് പേര് നമുക്ക് തരാനുണ്ടാവും. ഇങ്ങനെ ഒരു റിസൾട്ട് ഒന്ന് ക്ലെയിം ചെയ്യാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എവിടെയും ഇന്ന് കേരളത്തിൽ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പം അങ്ങനെ നിങ്ങളിപ്പോൾ ബാക്കിയുള്ള ഈ കളിയാക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിൻ്റെ അപ്പുറത്തോട്ട് നാളെ, അതായത് ഈ കുട്ടികളൊക്കെ നാളെ എന്ത് ചെയ്യണം, ഇതിൻ്റെ അപ്പുറത്തോട്ടുള്ള ഫ്രീ ക്ലാസ്സുകൾ കൊടുത്തിട്ട് കണ്ടന്റുകൾ കൊടുത്തിട്ട് നാളെ നിങ്ങൾ സഹായിക്കണം. അപ്പോൾ ഈ കുട്ടികളൊക്കെ എന്ത് ചെയ്യും, നിങ്ങളെ പറ്റി നല്ലത് പറയും. അപ്പോൾ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ നമുക്ക് ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞില്ല, ആ കോമ്പറ്റീഷൻ ഞാൻ റെഡിയാണ്. ഹെൽത്തി കോമ്പറ്റീഷൻ. അതിൻ്റെ അപ്പുറത്തോട്ട് പരസ്പരം ചളി വാരി എറിയുന്ന കോമ്പറ്റീഷന് SSC മലയാളി ഏതായാലും ഇല്ല. ആ കാര്യത്തിൽ ഇത് അവസാനത്തെ വീഡിയോ ആണ്. ഇനി എന്തൊക്കെ റിപ്ലൈ വീഡിയോ ആരൊക്കെ ചെയ്താലും ശരി, അതിനുള്ളൊരു മറുപടി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അപ്പുറത്ത് വേറെ ചെയ്യാനുണ്ട്. ഇനി അങ്ങോട്ട് ജൂണിൽ പരീക്ഷ വരികയാണ്. അപ്പോൾ അതിന് നമുക്ക് ഓൺലൈനായിട്ടും ഇപ്പോൾ നമ്മൾ ഓഫ്ലൈനായിട്ട് ഒരുപാട് ചെയ്യുന്നുണ്ട്. ഓൺലൈനായിട്ടും നമുക്ക് ഒരുപാട് കുട്ടികൾ ഇപ്പോൾ നമ്മൾ മന്ത്ലി കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ മന്ത്ലി മോക്ക് ടെസ്റ്റുകളും പിന്നെ അതുപോലെ തന്നെ ഈ ക്വിസൊക്കെ അന്നത്തെ പോലെ ക്വിസൊക്കെ റീസ്റ്റാർട്ട് ചെയ്യണമെന്നൊരു പ്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അതിൻ്റെയൊക്കെ പ്ലാനിങ്ങിലാണ്. മിഷൻ ബാച്ചൊക്കെ നമ്മൾ വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇത് ഓൺലൈനായിട്ടൊരു മിഷൻ ബാച്ച് വളരെ കുറഞ്ഞ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് സ്റ്റാർട്ട് ചെയ്യണം നമുക്കൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്ലാനിങ്ങിലാണ്. ക്രാഷ് കോഴ്സ് തുടങ്ങണമെന്നുണ്ട് കേട്ടോ. കാരണം നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക ഒരു ബുദ്ധിമുട്ടല്ലാത്ത രീതിയിൽ SSC മലയാളി നിങ്ങൾ പഠിപ്പിക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് പ്ലാനുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ പിന്നാലെ പോകാൻ നമുക്ക് ഏതായാലും സമയമില്ല. ഓക്കെ, ഇത് അതുൽ രാജ് MTSൻ്റെ റിസൾട്ടാണ്. അതുൽ രാജ് നമ്മുടെ ക്രാഷ് കോഴ്സിലെ സ്റ്റുഡൻ്റ് ആണ്. ഓൾ ഇന്ത്യ 186 റാങ്ക് MTS കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുൽ രാജിനൊക്കെ എങ്ങനെയാണ് വളരെ നല്ല രീതിയിൽ ഈ ഗ്രൂപ്പുകളും ഈ കമ്മ്യൂണിറ്റിയൊക്കെ യൂസ്ഫുൾ ആകുന്നത് അതുൽ രാജ് പറയുന്നുണ്ട്. പിന്നെ ഡാനിയൽ മാത്യു നമ്മുടെ ഫസ്റ്റ് ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ്. MTS കിട്ടിയിട്ടുണ്ട്. ഇവരൊക്കെ അടുത്ത വർഷം, ഞാൻ ഇവിടെ റിവ്യൂ വാങ്ങാത്ത എന്തുകൊണ്ടെന്ന് വെച്ചാൽ അടുത്ത വർഷം ഗ്രൂപ്പ് B ഇവർ നല്ലൊരു പോസ്റ്റായിട്ട് വരുമ്പോൾ ഇവിടെ നല്ല റിവ്യൂ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കാരണം ഇത് MTS മോശമെന്നല്ല ഞാൻ പറയുന്നത്. MTSനേക്കാളും നല്ല ജോലികൾ വേറെ ഉണ്ട്. അപ്പോൾ ആ ജോലികൾ വാങ്ങിയിട്ട് അവർ അടുത്ത പ്രാവശ്യം നല്ല റിവ്യൂ, അവരുടെ റിവ്യൂ നമ്മൾ എന്തായാലും ഇതിൽ കൊടുക്കും കേട്ടോ. യദു കൃഷ്ണൻ, മുഹമ്മദ് നാസിം, ഒരു ഇൻസ്പിറേഷനാണ് നാസിമൊക്കെ സത്യം പറഞ്ഞാൽ. പിന്നെ അർജുൻ PM ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ്. ചൈത്ര നമ്മുടെ ക്രാഷ് ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ്. ഷെഹന ക്രാഷ് ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ്. മുഹമ്മദ് ജാഫിസ്, അരുൺപ്രിയ അതെല്ലാം ക്രാഷ് ബാച്ചിലെയാണ്. പിന്നെ അൽ ഇർഫാൻ കേട്ടോ, ഇവരൊക്കെ നമ്മുടെ ക്രാഷ്. അമൽ രാജ്, നയൻ ജ്യോതി, വിഷ്ണുവൊക്കെ ഒരു 2-3 വർഷമായിട്ട് നമ്മൾ വേണ്ടി സ്ഥിരമായിട്ട് കോൺടാക്റ്റിലാണ്. ഈ വർഷം റാങ്ക് ലിസ്റ്റിൽ വന്നു എന്ന് മെസ്സേജ് അയച്ചപ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം തോന്നി കേട്ടോ. ഇങ്ങനത്തെ ഒരുപാട്, ഇത് വെറും കുറച്ചാണ്. ഇനി ഇതിൽ തന്നെ CHSL റിസൾട്ടൊക്കെ ഉണ്ട്. CHSL ആണ് ഒരുപാട് പേര് കോമൺ ആയിട്ട് CGL-ഉം CSL MTS കിട്ടിയ ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് കൊടുക്കാത്തത്. ഇന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു വീഡിയോ, അതായത് ഈ വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മളിങ്ങനെ ചെറുതായിട്ട് കളിയാക്കുന്ന രീതിയിലാണ് വീഡിയോ ചെയ്തപ്പോൾ എനിക്കൊരു വാശി കയറി. എന്നാൽ കുറച്ച് കൂടുതൽ ചെയ്യാമല്ലോ. സത്യം പറഞ്ഞാൽ നമ്മളവിടെ നിർത്താമെന്ന് വിചാരിച്ചു. പക്ഷേ കുറച്ച് കൂടുതൽ ചെയ്യാം. കാരണം കൂടുതൽ കുട്ടികളെ കയ്യിൽ നിന്ന് കുട്ടികൾ നമ്മളെ പറ്റി പറയുന്നത് ബാക്കിയുള്ളവർ കാണട്ടെ. അതിൽ നമ്മൾ എന്തിനാണ് പഠിക്കുന്നത് അല്ലേ? ഓക്കെ, അല്ലാതെ 10,000-ങ്ങളും ലക്ഷങ്ങളും കൊടുത്ത് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്ന് ജോയിൻ ചെയ്താൽ മാത്രമേ കുട്ടികൾക്ക് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുക, അങ്ങനെയൊന്നുമില്ല. ഈ പറയുന്ന ആളുകളൊക്കെ സ്വന്തമായിട്ട് അവരെന്താണ് കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കണ്ടന്റുകൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്ന എന്താണ് ചെയ്തിട്ടുള്ള സ്വയം മുന്നിരുത്തി ഒരു സ്വയം വിമർശനമായിട്ട് ചിന്തിച്ച് നോക്കുക. എന്നിട്ട് നമ്മളെ കളിയാക്കാനും നമ്മുടെ ചുറ്റും വരാനൊക്കെ നിൽക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഒളിയമ്പുകളും കാര്യങ്ങളും അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരോടും ഒരു ദേഷ്യമോ വെറുപ്പോ ഒന്നും നമുക്കില്ല. വളരെ നല്ല രീതിയിൽ ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. കാരണം കുട്ടികൾ ഇനി ഒരുപാട് വരുന്നുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയൊന്നുമല്ല, കുട്ടികൾ ഒരുപാട് SSC ഫീൽഡിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ കുട്ടികളെല്ലാം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണം. ഇപ്പോഴുള്ള കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ പേര് 4-5 ക്ലാസ്സിലൊന്നും കുട്ടികളെടുത്ത് നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ചുറ്റും കേരളത്തിൽ മൊത്തം നമുക്ക് വേണം. ആ രീതിയിൽ നമുക്ക് ഫാക്കൽറ്റീസ് വേണം, കണ്ടന്റ് വേണം, ക്ലാസ്സുകൾ വേണം. എന്നാലേ നമുക്ക് കുട്ടികളെ ഉൾക്കൊള്ളാൻ, അവർക്ക് നല്ല ക്ലാസ്സുകൾ കൊടുക്കാനും പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെക്കാളും നല്ല രീതിയിൽ ബാക്കി ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യട്ടെ. അപ്പോൾ അതിന് വേണ്ട എല്ലാ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻകാർക്ക് അത് വേണമെങ്കിൽ നമ്മളും പ്രൊവൈഡ് ചെയ്യും. അതായത് നമ്മൾ അങ്ങനത്തെ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആകുമ്പോൾ അല്ലാതെ ഈ മറ്റേ പണ്ട് ഇപ്പോൾ ഇന്ത്യക്കാരെ ചില ഗഗൻ പ്രതാപിൻ്റെയും മറ്റേ ഗ്രൂപ്പിലൊക്കെ കണ്ടിട്ടുണ്ട്. ഗ്രൂപ്പിലല്ല, അവരൊക്കെ വേറെ സാറുമാർ കുറ്റം പറയുന്നു, അപ്പോൾ ആ സാറ് ഇവരെ കുറ്റം പറയുന്നു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്യമായിട്ട് കുറ്റം പറഞ്ഞ് ചീത്തയും പറഞ്ഞ് നടക്കുന്ന ആ ഒരു
എന്താ പറയുക ഇതുണ്ടാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഇത് അവസാനത്തെ വീഡിയോ ആണ്. ഇതിൻ്റെ അപ്പുറത്തോട്ടൊരു ക്ലാരിഫിക്കേഷൻ ഒന്നും ഉണ്ടാവില്ല. എന്തായാലും നമ്മൾ പഠിച്ചവരും നമ്മൾ യൂസ് ആവാത്തവരും നമ്മൾ SSC മലയാളിയിൽ പഠിക്കാത്തവർക്ക് റാങ്ക് ലിസ്റ്റിൽ കയറി ഒരുപാട് പേരുണ്ട്. അവർക്ക് എല്ലാവർക്കും എൻ്റെ മനസ്സിൽ നിന്ന് ഹാർട്ടി കൺഗ്രാജുലേഷൻസ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെയൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിലും ബാക്കിയൊക്കെ കാണിക്കുമെങ്കിലും സത്യം പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം അൾട്ടിമേറ്റ് ക്രെഡിറ്റ് നിങ്ങൾക്ക് തന്നെയാണ്. ഇതിപ്പോൾ അവർ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ 2 യൂട്യൂബ് ക്ലാസ്സുകൾ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനൽ യൂസ്ഫുൾ ആയതുകൊണ്ട് നമ്മൾ നമ്മുടെ റിസൾട്ടായിട്ട് കൊടുക്കുന്നുള്ളൂ. പക്ഷേ അൾട്ടിമേറ്റ്ലി ഇതിൻ്റെയൊക്കെ ബെനിഫിഷ്യറീസ് നിങ്ങളാണ്. കാരണം ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾ പഠിച്ചാലും നിങ്ങൾ പഠിച്ചതുകൊണ്ടാണ് കിട്ടിയത് കേട്ടോ. കാരണം നിങ്ങൾ എത്രത്തോളം അതിൽ എഫേർട്ട് കൊടുത്തു അതിൻ്റെ റിസൾട്ടാണ് നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ കാണുന്നത്. അല്ലാതെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ ഒന്നും ക്രെഡിറ്റ് എടുക്കാനൊന്നുമില്ല. നമ്മൾ അങ്ങനെ ഒരു മത്സരത്തിനേ ഇല്ല. നമ്മുടെ കുട്ടികൾ ഇങ്ങനെ റാങ്ക് ലിസ്റ്റിൽ കയറിയപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്ന് തോന്നി. കാരണം കഴിഞ്ഞ വർഷങ്ങൾ 4-5 വർഷമായിട്ട് ഇങ്ങനെ തന്നെയാണുള്ളത്. കാരണം അന്ന് നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലാത്തതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ളവർ അറിയിക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അന്ന് ലാസ്റ്റ് 2 എക്സാമ്പിളാണ് കാണിച്ചത്. നമ്മുടെ അഭിനവിൻ്റെയും അരവിന്ദിൻ്റെയൊക്കെ എക്സാമ്പിൾ. അവരൊക്കെ മുൻ കേരള ടോപ്പേഴ്സാണ്. അവരൊക്കെ SSC മലയാളിയെ കമ്മ്യൂണിറ്റിയിലൊക്കെ വളരെയധികം ആക്റ്റീവായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് ഇത് സ്ഥിരമായിട്ട് കഴിഞ്ഞ വർഷമായിട്ട് നടക്കുന്നത്. പക്ഷെ ഇപ്പം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ കുട്ടികളെ ബാക്കിയുള്ളവർക്ക് എത്തിക്കേണ്ടി വന്നു. അതായത് നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെയുണ്ട് ബാക്കിയുള്ളവർ അറിയിക്കാൻ നമ്മുടെ റിസൾട്ടും നമ്മുടെ കുട്ടികളുടെ റിവ്യൂസും അവർ കാണണം. അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്തത്. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്തി ആയി പോയിട്ടുണ്ടെന്ന് അറിയാം. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഇത് അവസാനത്തെ വീഡിയോ ആണ്. ഇതിൻ്റെ അപ്പുറത്തോട്ടൊരു വീഡിയോ ഒരു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, എന്തൊക്കെ നമ്മളെ പച്ചക്ക് തെറി പറഞ്ഞാലും ശരി, ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇതിനൊരു വീഡിയോ നമ്മുടെ അടുത്ത് നിന്ന് ഉണ്ടായിരിക്കില്ല കേട്ടോ. ഞാൻ പറഞ്ഞു നമുക്ക് നല്ല രീതിയിൽ ഹെൽത്തി കോമ്പറ്റീഷനിൽ മുന്നോട്ട് പോകാം. അതിന് ഞാനും റെഡിയാണ്. ഓക്കെ, കുട്ടികളെ നമുക്ക് പഠിപ്പിക്കാം. കുട്ടികളെ വളരെ നല്ല രീതിയിൽ ഹൈ ക്വാളിറ്റി ക്ലാസ്സുകൾ കൊടുത്തിട്ട് തന്നെ കുട്ടികളുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിൽ നമുക്ക് ശ്രദ്ധിക്കാം. അതിൻ്റെ അപ്പുറത്തോട്ട് ബാക്കിയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിഴുപ്പലക്കൽ നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, അപ്പോൾ ആരുടെ ഒരു ദേഷ്യവും ഇല്ല, ഒന്നുമില്ല. താങ്ക് യു.